ജനാധിപത്യ വിശ്വാസികളെ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുരടിപ്പിനെതിരെയും വികലമായ നയങ്ങൾക്കെതിരെയും കുത്തഴിഞ്ഞ ഭരണ സംവിധാനങ്ങൾക്കും അഴിമതിക്കുമെതിരെ, നിഷ്ക്രിയമായ ഭരണ സംവിധാനത്തിനെതിരെ കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പദയാത്ര ഉടൻ തന്നെ ഇവിടുന്ന് ആരംഭിക്കുന്നതാണ്. ഈ പദയാത്ര കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിൻസൻ മാത്യൂസ് അവറുകൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ മുരടിപ്പിനെതിരെയും നിഷ്ക്രിയമായ ഭരണ സംവിധാനത്തിനെതിരെയും അഴിമതിക്കെതിരെയും പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പദയാത്ര താമസമിന തലപ്പാടി ജംഗ്ഷൻ ആരംഭിക്കുന്നതാണ്. മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാം കെ വർക്കി നയിക്കുന്ന ഈ പദയാത്ര കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിൻസൻ മാത്യൂസ് അവറുകൾ ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതും ഈ പദയാത്ര വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി തോട്ടക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതുമാണ്. ഈ പദയാത്രയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരും ഈ വാഹനത്തിന്റെ അടുത്തേക്ക് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കൾ, നമ്മുടെ പദയാത്രാ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനരക്ഷായാത്ര എന്ന പേരിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന പദയാത്ര ഏതാനും നിമിഷങ്ങൾക്ക് ആരംഭിക്കുകയാണ്. ഈ പദയാത്രയിൽ പങ്കെടുക്കാൻ കടന്നു വന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ വാഹനത്തിന്റെ അരിയിലേക്ക് വന്നു നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പദയാത്ര ആരംഭിക്കുകയാണ്. പദയാത്രയിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ PK പ്രകാശനെ ക്ഷണിച്ചോളൂ. നമ്മുടെ ഈ പദയാത്ര, ജനരക്ഷാ പദയാത്രയുടെ നായകൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട സാം കെ വർക്കി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിൻസൻ മാത്യൂസ് അവറുകളെ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ KB ഗിരീശൻ അവറുകൾ, പഞ്ചായത്ത് മെമ്പർമാരെ, അതുപോലെ കോൺഗ്രസിന്റെയും പോഷകരുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ, പ്രവർത്തകരെ, നമുക്കറിയാം 5 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾ, അതോടൊപ്പം നമ്മുടെ പുതുപ്പള്ളി ജനങ്ങൾ അതിഗുരുതരമായൊരവസ്ഥയിലൂടെ കടന്നുപോവുകയാണ്. കേരളത്തിന്റെ ഈ പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം നിഷ്ക്രിയമായ അഴിമതി നിറഞ്ഞ ഒരു ഭരണ സംവിധാനം പുതുപ്പള്ളി പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പുതുപ്പള്ളി പഞ്ചായത്തിലെ ഓരോ തെറ്റായ നയങ്ങൾക്കിടയിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാടുകൾ എല്ലാ സമയങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ മെമ്പർമാർ അഹോരാത്രം അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ ഒന്നും ഉൾക്കൊള്ളുവാൻ ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ ഭരണസമിതി തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പുതുപ്പള്ളി പഞ്ചായത്തിൽ ഭരണസമിതി ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ആ ഭരണസമിതി ആയിരുന്നില്ല പുതുപ്പള്ളി പഞ്ചായത്തിലെ ഭരണ നിർവഹണം നടത്തിക്കൊണ്ടിരുന്നത്. മറിച്ച് CPMന്റെ ചില മുതിർന്ന നേതാക്കന്മാരായിരുന്നു ആ ഭരണ സംവിധാനത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഭരണ സംവിധാനം ആയിരുന്നില്ല ഇവിടെ നിലനിന്നിരുന്നത്. മറിച്ച് CPMന്റെ പാർട്ടി താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടാണ് ആ ഭരണസമിതി മുന്നോട്ട് പോയത്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്, എങ്കിലും അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഇതിന്റെ ഉദ്ഘാടകനായ പ്രിയപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിൻസൻ മാത്യൂസിന് ഉടൻ തന്നെ ഇത് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ KB ഗിരീശനെ സ്വാഗതം ചെയ്യുന്നു. ഈ പദയാത്രയുടെ നായകൻ ശ്രീ സാം കെ വർക്കിയെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കാമെന്ന മുഴുവൻ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് കോൺഗ്രസ്.
ഈ ജനരക്ഷാ യാത്രയുടെ ആരംഭിക്കുകയാണ്. ഈ ജനരക്ഷാ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിൻസൻ മാത്യു സാറിനെ ക്ഷണിച്ചുകൊള്ളും. കേരളം ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുകയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ട് 3 പതിറ്റാണ്ടായി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ നമ്മുടെ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പദയാത്ര പുതുപ്പള്ളിയുടെ ഹൃദയഭൂമിയിലൂടെ കടന്നു പോകുന്നത്. തലപ്പാടിയിൽ നിന്നും ആരംഭിച്ച് പുതുപ്പള്ളി കവലയിലെത്തി തോട്ടക്കാട് ആശുപത്രി കവലയിൽ എത്തിച്ചേരുന്ന ഈ ജാഥ ഇത് ഉന്നയിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതിലൊന്നാമത്തേതും പ്രധാനപ്പെട്ടതും പുതുപ്പള്ളിയുടെ വികസനം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പഞ്ചായത്തിൽ നടക്കാതിരുന്ന കാര്യങ്ങൾ ജനശ്രദ്ധയെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ജനരക്ഷാ യാത്രയുടെ നിർദ്ദേശവും അതിന്റെ ഉദ്ദേശം. കഴിഞ്ഞ 5 വർഷക്കാലം എന്തു നടന്നു എന്നുള്ളത് ഇപ്പോൾ പണിയിറങ്ങിപ്പോകുന്ന ഇവർക്ക് പോലും നല്ല നിശ്ചയമില്ല എന്ന് നമുക്കറിയാം. ഈ തലപ്പാടിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്നും പുതുപ്പള്ളിയുടെ ശ്രദ്ധാകേന്ദ്രമാകേണ്ടിയിരുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടവും സ്ഥലവും എല്ലാവരുടെയും ഓർമ്മയിലെത്തുകയാണ്. ആരാധ്യനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ സ്വപ്നം കണ്ട ഒരു ബൃഹത്തായ പദ്ധതിയാണ്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ശ്രീ KR നാരായണന്റെ സ്മരണയ്ക്ക് വേണ്ടി ഇതൊരു വലിയ പരിപാടിയായി പദ്ധതിയായി രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നീട് വന്ന കഴിഞ്ഞ 9.5 വർഷമായി അധികാരത്തിലേക്ക് സർക്കാർ ഇതിന്റെ കൈകാലുകൾ ഛേദിച്ച് ഇതിന് പ്രവർത്തന സൗകര്യങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് പോലും അത്ര സൗകര്യങ്ങൾ ഇല്ലാതിരുന്നിട്ടും കേരളത്തിൽ 2 വൈറൽ ക്ലിനിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒന്ന് നമ്മുടെ ഈ തലപ്പാടിയിലേതാണ്. ഇവിടെയാണ് ലക്ഷക്കണക്കിന് സാമ്പിളുകൾ പരിശോധിച്ച് അക്കാലത്ത് ജനങ്ങളുടെ ഭീതി അകറ്റിയത്. ഇതൊന്നും പൂർത്തിയാക്കുവാനോ ഇത് അന്ന് നിർമ്മിച്ചതിനപ്പുറത്തേക്ക് ഒരു കല്ലുകൂടി എടുത്തു വയ്ക്കുവാനോ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. പുതുപ്പള്ളിയുടെ പ്രാദേശികമായ വികസനത്തിന് ഒരുപാട് അവസരങ്ങളുണ്ടായി. പുതുപ്പള്ളി അത്ര മോശമായ ഒരു പഞ്ചായത്തല്ല. തനതായ വരുമാനമുള്ള തനതായ സൗകര്യങ്ങളുള്ള ഈ പഞ്ചായത്തിൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പുതുപ്പള്ളിയുടെ ഹൃദയഭാഗത്തുള്ള പഞ്ചായത്തിന്റെ ആ കെട്ടിടവും നമ്മുടെ ബസ് സ്റ്റാൻഡും ഒക്കെ ആരെങ്കിലും ഒന്ന് പോയി കണ്ടാൽ നിരന്തരമായി ഉദ്ഘാടനങ്ങൾ മാത്രം നടക്കുന്ന ഒരു മേഖലയാണ് പുതുപ്പള്ളി കവല. പല ഉദ്ഘാടനങ്ങൾ ഈ അവസാന കാലത്ത് ഈ ഭരണസമിതി നടത്തി. അതിന് EMSന്റെയും AKGയുടെയും ഒക്കെ പേരിട്ടു എന്നതിനപ്പുറത്തേക്ക് പുതുതായി ഒരു പദ്ധതിയും നടപ്പാക്കിയില്ല. ഞാൻ പറയും, പുതുപ്പള്ളി കവലയിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി 2-3 കമ്പിക്കാലുകൾ നാട്ടിയതിനപ്പുറത്തേക്ക് വഴിക്ക് അരയിഞ്ച് വീതി കൂട്ടുവാനോ ഏതെങ്കിലും ഒരു പുതിയ വഴി നിർമ്മിക്കുവാനോ ആ പഞ്ചായത്തിന് മുമ്പിൽ കൂടെയുള്ള വഴിയെങ്കിലും ഒന്ന് പൂർത്തിയാക്കുവാനോ കഴിയാതിരിക്കുന്ന ഒരു പഞ്ചായത്ത് സമിതിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇത് ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾ തിരിച്ചറിയും. ഈ വരും തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയുടെ സമഗ്ര വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ ആർക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കൊരു സംശയവുമില്ല. തീർച്ചയായും 6 മാസങ്ങൾക്കപ്പുറത്തേക്ക് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന UDF ഭരണകാലത്ത് അതിന്റെ പ്രതാപകാലത്ത് പുതുപ്പള്ളിയിൽ നടപ്പാക്കേണ്ട വികസന പരിപാടികൾ എന്തെന്ന് ഇനിയും വരുന്ന പുതിയ ഭരണസമിതി തീരുമാനിക്കും. പടിയിറങ്ങിപ്പോകുന്ന ഒരു ഭരണസമിതിയുടെ വികസന സദസ്സല്ല നമുക്ക് കാണേണ്ടത്. വരുന്ന 5 വർഷക്കാലത്തേക്ക് രൂപീകരിക്കപ്പെടുന്ന പുതിയ വികസന അജണ്ടയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാലത്തും നമുക്കറിയാം, പഞ്ചായത്തുകൾ വികസന പരിപാടി നടപ്പാക്കുന്നത് അതാത് സാമ്പത്തിക വർഷത്തിന് മുമ്പ് വികസന പരിപാടികൾ വിശദമായി ചർച്ച ചെയ്യുന്ന സദസ്സുകൾ സംഘടിപ്പിക്കും. എന്നാൽ എല്ലാം പുറകോട്ടടിക്കുന്ന ഈ സർക്കാർ സ്ഥിരമായി ചെയ്യുന്നതാണ്. അത് ഇത്തവണയും നടന്നു. 5 വർഷത്തെ കാലാവധി അവസാനിക്കുമ്പോൾ വികസനത്തിന്റെ മാർഗരേഖകൾ അവസാനിപ്പിച്ചത് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുവാനാണ്
ഈ സർക്കാരും ഈ ഭരണസമിതിയും തീരുമാനിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. നിരവധിയായ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാക്കിയ 9.5 വർഷമാണ് കടന്നുപോയത്. ആളുകൾ എല്ലാ മേഖലകളിലും ദുരിതം അനുഭവിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ടിയിരുന്ന അർഹതപ്പെട്ട ക്ഷേമ പെൻഷനുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. കൊടുക്കും, കടമെടുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നതല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ആളുകൾക്ക് അവരുടെ കയ്യിലേക്ക് ദാനം കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ 6 മാസത്തെ കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ. അതുപോലെ ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ്, നമ്മുടെ സപ്ലൈക്കോ എല്ലാം വെറുതെ നിത്യോപയോഗ സാധനങ്ങളില്ലാതെ സോപ്പ് പൊടിയും മാത്രമുള്ള സ്ഥാപനങ്ങളായി മാറി നിൽക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സബ്സിഡി ലഭിക്കേണ്ട ഒരു ഇനവും അവിടെയില്ല. സബ്സിഡിയുടെ വില തന്നെ വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വില നിയന്ത്രണം എടുത്തു കളയുന്ന ഒരു സർക്കാരാണ് കടന്നുപോയത്. അങ്ങനെ എല്ലാ മേഖലകളിലും, കാർഷിക മേഖല ഉൾപ്പെടെയുള്ള എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഈ ജാഥയ്ക്ക്, ഈ ജനരക്ഷായാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട KPC ജനറൽ സെക്രട്ടറി ഷാളനെ സ്വീകരിക്കുന്നതും പതാക കൈമാറുന്നതുമാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ പദയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ KK വർക്കിയുടെ നേതൃത്വത്തിലുള്ള ഈ പദയാത്രയിൽ നമ്മുടെ വളരെ ക്രമീകരണത്തോടു കൂടി പോകണം. മുൻനിരയിലേക്ക് ഈ ആനന്ദത്തിനായിട്ട് മണ്ഡലം പ്രസിഡന്റ് പിന്നെ ബാക്കി എല്ലാ ആൾക്കാരും ഒരു ലൈനായിട്ട് തന്നെ പോകണം. വളരെ ശ്രദ്ധയോടുകൂടി ഈ പദയാത്ര മുന്നോട്ട് പോകാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതുപ്പള്ളി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ ജനദ്രോഹത്തിനെതിരെ നടത്തുന്ന ജനരക്ഷാ യാത്രയാണ് ഇപ്പോൾ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി കോൺഗ്രസ് കഴിഞ്ഞ 5 വർഷം പുതുപ്പള്ളി പഞ്ചായത്തിൽ യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാതെ പഞ്ചായത്തിന്റെ ആസ്തികളെ എല്ലാം തല്ലി തീർത്ത ഒരു ഭരണസമിതി പുതുപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുകയുണ്ടായി. ആ ഭരണസമിതിക്കെതിരെയുള്ള ജനങ്ങളുടെ വികാരമാണ് ഇന്ന് ഈ ജാഥയിലൂടെ പ്രതിഫലിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൂർത്തീകരിച്ച് കിടന്നിരുന്ന ഗ്രാമീണ റോഡുകളടക്കം മുഴുവൻ റോഡുകളും തച്ച് തകർത്തുകൊണ്ട് ജലജീവൻ മിഷന്റെ പേരിൽ പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളുടെ യാത്ര ദുരിതത്തിലാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതി പല വികസന കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. എന്നിരുന്നാലും അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാതെ, യാതൊന്നും ചെയ്യാൻ സാധിക്കാതെ പഞ്ചായത്തിനെ വികസന മുരടിപ്പിലേക്ക് തള്ളിയിട്ട ഒരു ഭരണസമിതിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭരണസമിതിക്കെതിരെയുള്ള വിധിയെഴുത്ത് ഈ ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വിശദീകരിക്കുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിനുമാണ് ഇന്ന് ഈ യാത്ര നടത്തപ്പെടുന്നത്.
ഇതിലെ യാഥാ ക്യാപ്റ്റൻ പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാംഗ വർക്കിയാണ്. സന്തോഷപൂർവ്വം രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ സാമിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ ഈ വാർഡിലെ മെമ്പർ ശ്രീ ജിനു കെ പോളെ, കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ കെ വി രീശൻ, മറ്റ് INTUസിയുടെ സംസ്ഥാന സെക്രട്ടറി സാബു പുതുപ്പറമ്പിൽ, മറ്റ് നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനരക്ഷാ യാത്ര ഇപ്പം കാഞ്ഞിരത്തുമ്പോട്ട് കവലയിൽ എത്തിയിരിക്കുകയാണ്. പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ജനരക്ഷാ യാത്ര എന്ന പേരിൽ ഒരു പദയാത്ര നടത്തുന്നതിന്റെ ഉദ്ദേശം ഇവിടെ ഇപ്പോൾ ജിനു കെ പോൾ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലമായി LDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഈ LDFന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ അവരാദ്യം ഇവിടുത്തെ ജനങ്ങളെ കളിപ്പിച്ചത് നമുക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞാണ്. നമ്മുടെ ഓരോരുത്തരെയും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നെബൂജോൺ നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ കാലത്ത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അർബൻ മിഷന്റെ ഫണ്ട് വന്നപ്പോൾ എല്ലാ വാർഡുകളിലെയും വഴികളൊക്കെ കോൺക്രീറ്റ് ചെയ്യുകയും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഇടുകയും അങ്ങനെ അത്യാവശ്യ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ വാർഡുകളിൽ ചെയ്തു. ജലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നുകൊണ്ട് നമ്മളെല്ലാം സഹകരിച്ചു. 2024 പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുഴുവൻ എല്ലാ വീടുകളിലും ജലം കൊടുക്കുമെന്ന് ഈ ഭരണസമിതി ഇവിടെ വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനമാണ് നമുക്കിത് വഴിയിറങ്ങി നടക്കാൻ പോലും മേലാത്തൊരു സാഹചര്യമായത്. നമുക്കറിയാം, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകൾ, ഇപ്പോൾ ഒരു പുതിയ വാർഡിൽ 19 വാർഡുകളിലും ഒറ്റ വഴി പോലും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാക്കിയിരിക്കണം. മുഴുവൻ വഴികളും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാക്കിയെന്ന് മാത്രം പോരാ, ഇതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച 9,58,00,000 രൂപ ക്യാൻസലാക്കിയ ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഭരണസമിതി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുതുപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ ഫണ്ട് കൊണ്ട് ആരംഭിച്ച മിനി സിവിൽ സ്റ്റേഷന് ഒരു കൊട്ട മണ്ണ് പോലും മേടിച്ച, അല്ലെങ്കിൽ ശാല സിമന്റ് പോലും മേടിച്ച് തേക്കാത്ത LDF ഭരണസമിതി ഈ അവസാന നിമിഷം പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഉമ്മൻചാണ്ടി സാറിനെ പേരിട്ട് ഞങ്ങൾ 2ാം ഘട്ടം മിനി സിവിൽ സ്റ്റേഷന് പണി ആരംഭിക്കാമെന്ന് പറഞ്ഞു. അത് ജനങ്ങളെ അവിടെ രണ്ടാമത് കളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഇവിടെ 2.5 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയും അതുപോലെ ബസ് സ്റ്റാൻഡ് വികസനത്തിന് വേണ്ടി ഇവിടുത്തെ കഴിഞ്ഞ ഭരണസമിതി മാറ്റിവെച്ചു. ആ പൈസ നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ കൈതാപ്പാട്ടത്തിൽ 20 ലക്ഷം രൂപ മുടക്കി ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം പുറമ്പോക്ക് കൈയേറി. അത് ഹൈക്കോടതി ഉത്തരവ് വന്നു. നമ്മുടെ 10-25 ലക്ഷം രൂപ അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ LDF ഭരിച്ചിട്ട് ഒറ്റ നേട്ടമുണ്ടായി. അവരുടെ ലോക്കൽ കമ്മിറ്റീസ് ഓഫീസിന് അങ്ങോട്ട് അവർക്ക് നല്ലൊരു വഴി ലഭിച്ചു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ ശ്രമകരായി ആരംഭിച്ച കമ്മ്യൂണിറ്റികൾ അത് പുതുക്കി പണിതിട്ട് അവിടെ EMSന്റെ പേരിട്ടു. ഈ 2-3 കാര്യങ്ങൾ മാത്രമേ ഇവിടുത്തെ ഇടമത്സരത്തിൽ ചെയ്യാൻ സാധിച്ചുള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു, ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ഞങ്ങളാണ് ചെയ്യുന്നത്. നാണമില്ല ചോദിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമേ പറയാനുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ പിന്നോട്ടടിച്ച ഈ LDF ഭരണസമിതിക്ക് ഒരു അറിവ് വരുത്തിക്കൊണ്ട് പുതുപ്പള്ളി വികസന പ്രവർത്തനം നടത്താൻ കഴിവും പ്രാപ്തിയുള്ള ഒരു കോൺഗ്രസ് ഭരണസമിതി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയാണ് ജനരക്ഷാ യാത്ര ഞങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ എല്ലാ ആശീർവാദവും അനുഗ്രഹവും ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ഗണേശനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ള ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സാംഗ വർക്കി നടത്തുന്ന ഈ പദയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുള്ളതാണ്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഭരണം എങ്ങനെയായിരുന്നുവെന്ന് പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഒന്നും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കാത്ത 5 വർഷമാണ് കഴിഞ്ഞുപോയത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയായിരുന്നു പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയത്. അങ്ങനെ ജനപ്രതിനിധികള് ഭരണം നടത്താത്തതിന്റെ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാഞ്ഞതിന്റെ പരിണത ഫലമാണ് നമ്മൾ അനുഭവിച്ചത്. രാഷ്ട്രീയ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ചിന്തിച്ചത്. നാട്ടിലെ ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയോ അവർ ജനത്തിന്റെ അഭ്യുന്നകാംക്ഷികളായി പ്രവർത്തിക്കുവാനോ അവരെ കൊണ്ട് സാധിച്ചില്ല. അതിന്റെ 100 അനുഭവങ്ങളാണ് പറയാനുള്ളത്. സാംഖ്യവർക്ക് പറഞ്ഞതുപോലെ 5
5 വർഷമായിട്ട് ഈ പഞ്ചായത്തിലെ റോഡുകളെല്ലാം കേറിയപ്പോഴേ കുത്തിപ്പൊളിച്ചിട്ടു. 5 വർഷം കഴിഞ്ഞിട്ടും യാതൊന്നും ചെയ്യാതെ ഇറങ്ങിപ്പോയി. ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങള് കുത്തിപ്പൊളിച്ചിട്ട റോഡുകള് നന്നാക്കുവാനുള്ള ഉത്തരവാദിത്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഈ ഇടതുപക്ഷക്കാരന് വരും കാലങ്ങളിൽ നാട്ടിൽ വന്നു വോട്ട് ചോദിക്കുവാൻ എന്താണ് അവകാശം? അങ്ങനെ ജലനിധിയുടെ പൈപ്പ് ലൈൻ ഇടുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. എങ്കിൽ ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ആ പദ്ധതിയും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ പാതി വഴിയിൽ അവസാനിച്ചു കിടക്കുന്നു. അതിനും അവർ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടില്ലായ്മയാണെന്ന് പറഞ്ഞു. അതും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പാപ്പരത്വമാണ്. സംസ്ഥാനത്ത് ബഡ്ജറ്റിന്റെ പണം മുഴുവൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ക്രിയാത്മകമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാതെ കാര്യങ്ങൾ ചെയ്തതിന്റെ പരിണത ഫലമാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും അനുഭവിച്ചതെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പദയാത്രയ്ക്ക് എല്ലാവിധ അനുഗ്രഹാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും പറഞ്ഞുകൊണ്ട് പദയാത്ര മുമ്പോട്ട് കടന്നു പോകണം. പ്രിയമുള്ള നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, കഴിഞ്ഞ 5 വർഷക്കാലമായി പുതുപ്പള്ളിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയും പഞ്ചായത്തിന്റെ വികസന മുന്നേറ്റത്തിനെതിരെയും പഞ്ചായത്തിന്റെ സമഗ്രമായ ആസ്തികളെല്ലാം തന്നെ തച്ചു തകർത്തതിനെതിരെയും മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് തോട്ടയ്ക്കാട് കവലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനമുന്നേറ്റ യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി പുതുപ്പള്ളി പഞ്ചായത്തിൽ നാളിതുവരെയുമായി എത്തിച്ച റോഡുകളും പഞ്ചായത്തിന്റെ ആസ്തികളും എല്ലാം തന്നെ പൂർണ്ണമായി നശിപ്പിച്ച ഒരു മനസ്സന്ധയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജലജീവൻ മിഷന്റെ പേരിൽ 2024 പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പൈപ്പിടിൽ ചടങ്ങ്, ഈ ഒരു ചടങ്ങ് കാരണം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഒരു ഓട്ടോയ്ക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം. വിവിധങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഇതിനുള്ള സമരങ്ങൾ നടത്തിയപ്പോൾ 9 കോടി രൂപ ഇതിന് വകവെച്ചിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. എന്നാൽ 5 വർഷമായിട്ട് ഈ റോഡുകളൊന്നും തന്നെ തിരികെ കോൺക്രീറ്റ് ചെയ്യുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ 5 വർഷം മുമ്പ് പഞ്ചായത്തിന്റെ മിനി സിവിൽ സ്റ്റേഷൻ പണി എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നൽകിയ 1 കോടി രൂപ ഉപയോഗിച്ച് പണിത മിനി സിവിൽ സ്റ്റേഷൻ, അതിന് മേലൊരു കല്ല് പോലും എടുത്തു വെക്കാനൊന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവര് അതിന്റെ ഒരു ഭിത്തി കെട്ടിയിട്ട് അവിടെ ഒരു ഉദ്ഘാടനം നടത്തി ഒരു സ്ലാബ് സ്ഥാപിച്ചു. ഇതിന്റെ 2ാം ഘട്ട വികസന പണി ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള ഒരു സ്ലാബ് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ജനങ്ങളെ പറ്റിക്കുവാനായിട്ടുള്ള ഇത്തരം പ്രവൃത്തികളല്ലാതെ പഞ്ചായത്തിന് യാതൊരു വിധത്തിലുള്ള ഗുണം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് നമുക്കറിയാം. പുതുതായിട്ട് പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പുതിയൊരു ബിൽഡിംഗ് പണിയൊക്കെ വേണം. എന്നാൽ അതിന് ഉള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടായിരിക്കും ഒരു 6 പൈപ്പ് അവിടെ പൊക്കി നിൽപ്പുണ്ട്. അവിടെ ഒരു വെയിറ്റ് ഷെഡ് പണിയുന്നതാണ് പറയുന്നത്. 20 ലക്ഷം രൂപയുടെ ഒരു വെയിറ്റ് ഷെഡ് അവിടെ പണിയുവാനായിട്ട് 6 പൈപ്പ് നാട്ടി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വെയിറ്റ് ഷെഡ് എന്നൊക്കെ പറയുന്നത് പല സ്വകാര്യ സ്ഥാപനങ്ങളും സൗജന്യമായിട്ട് നിർമ്മിച്ചു തരുന്ന ഈ കാലഘട്ടത്തിൽ 20 ലക്ഷം രൂപയുടെ ഒരു വെയിറ്റ് ഷെഡ് അതിനുവേണ്ടി ഈ സർക്കാരിന്റെ പണം നഷ്ടപ്പെടുത്തണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു വിവാദമാകുന്നതോടുകൂടിയാണെന്ന് തോന്നുന്നു അതിന്റെ പണി നിർത്തിവെച്ചിരിക്കുക. ഇപ്പോൾ പൈപ്പ് മാത്രം അവിടെ നിൽപ്പുണ്ട്.
ആളുകൾ അവിടെ കയറി നിന്നിരുന്ന വെയിലിച്ചിട്ട് അത് പൊളിച്ചു മാറ്റി ഇപ്പം അവിടെ ആർക്കും നിൽക്കാൻ വരാൻ വെയിൽ കൊള്ളാതെ അവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാതെ ആയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി കാട്ടിക്കൂട്ടിയത്. ഇതിനെതിരെ ശക്തമായ ജനവികാരം നമ്മുടെ നാടെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇവർ പുറത്തു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ ഉടൻ തന്നെ സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ ഒരു ജാഥ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഇ കെ പ്രകാശിനെ ക്ഷണിച്ചോളൂ. വർഷക്കാലത്തെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിന് വികസന മുരടിപ്പും ജനദ്രോഹപരമായ നടപടികളും നിഷ്ക്രിയമായ ഭരണ സംവിധാനവും ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു ജനരക്ഷാ യാത്രയുമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നമുക്കറിയാം, വീണ്ടും ഒരു ത്രിതല തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കൽ വന്നിരിക്കുകയാണ്. 5 വർഷക്കാലം ശ്രീ ജിനു പറഞ്ഞ പോലെ 5 വർഷക്കാലം ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും ആവിഷ്കരിച്ച് നടപ്പിലാക്കാതെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുന്നിൽ പഞ്ചായത്തിന് പണം ദൂർത്തടിച്ചുകൊണ്ട് ജനങ്ങൾക്കോ ഈ സമൂഹത്തിനോ ഈ നാടിനോ ഒരു പ്രയോജനപ്രദവുമല്ലാത്ത രീതിയിലുള്ള ചില പദ്ധതികളുടെ നടത്തിപ്പുമായി ഇന്നിവർ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ 1 കോടി രൂപയാണ് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി അനുവദിച്ചത്. അതിന്റെ പ്രവർത്തന ഉദ്ഘാടനവും കഴിഞ്ഞു. പക്ഷെ ഒരു കൊച്ചിനെ 2 പ്രാവശ്യം ആമോദീസ മുക്കുക, അല്ല ഒരു കൊച്ചിനെ 2 പ്രാവശ്യം 28 കെട്ടുക എന്നുള്ളത് നമ്മൾ കേട്ടുകഴിഞ്ഞില്ലാത്ത കാര്യമാണ്. അപ്പൊ വീണ്ടും ആ 1ാം ഘട്ടം നടന്നെടുത്ത് വീണ്ടും അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. 1ാം ഘട്ടം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഭരിക്കുന്ന കക്ഷിയുടെ ഒറ്റ വ്യക്തികൾക്ക് പോലും മെമ്പർമാർക്ക് മറുപടിയില്ല പറയാനായിട്ട്. കാരണം ആ 1 കോടി രൂപ മുടക്കി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതിയുടെ കാലത്ത് പണിത ആ മിനി സിവിൽ സ്റ്റേഷൻ ഇന്ന് നമ്മുടെ ഹരിതകർമ്മ സേനയുടെ സഹോദരിമാർ സംഭരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സംഭരിക്കുന്ന ഒരു സംഭരണ കേന്ദ്രമായി ഇന്നത് മാറിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിനെ വിളിച്ചു വരുത്തി അതിന്റെ 2ാം ഘട്ട ഉദ്ഘാടനം നടത്തിയത്. ഇപ്പോൾ പറയാതിരിക്കുന്ന കൂടുതൽ നമ്മൾ കൈതാപ്പാലത്തോട് നിങ്ങൾ എന്നറിയാം, 20 ലക്ഷം രൂപ മുടക്കി തേക്കെ ബ്രാക്ക് എന്നൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു 800 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂമുള്ള 3 മുറിയും ഒരു കിച്ചണും വർക്കേറിയായും സിറ്റൗട്ടും എല്ലാം നമുക്ക് പണിയാൻ സാധിക്കും. അവിടെയാണ് സോപ്പ് വണ്ടി പോലൊരു സ്ഥാപനം അനധികൃതമായി ഇവർക്ക് പണിയാൻ അവകാശമില്ലാത്ത പൊതു PWD സ്ഥലത്ത് ഇവർ പണിത് വെക്കുകയും ആ 20 ലക്ഷം രൂപ ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ യാതൊരുവിധ ദീർഘവീക്ഷണവുമില്ലാതെ തത്വത്തിൽ ഒരു വിഷയത്തെ പറ്റി പഠിക്കാതെയാണ് അത് പണിതിരിക്കുന്നത്. അതിന് 20 ലക്ഷം രൂപയാണ്. അതിന്റെ ആ 20 ലക്ഷം രൂപ മുടക്കി ആ സോപ്പ് പെട്ടിയുടെ വലുപ്പത്തിൽ പണിത ടേക്ക് ബ്രേക്കിന് ആർക്കൊക്കെ കമ്മീഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ നാളുകൾക്ക് ശേഷം വരാൻ പോകുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അതിശക്തമായി പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഭരണത്തിലേക്ക് കടന്നു വരുന്ന UDF ഭരണ സംവിധാനം ശക്തമായ രീതിയിൽ അതിനൊരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന തർക്കമില്ലാത്ത കേസ് കേട്ടാണ്. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമല്ലാത്ത രീതിയിൽ പണം ചെലവാക്കിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതുപോലെ നമ്മുടെ ജലജീവൻ പദ്ധതി അല്പമേലും വിദ്യാഭ്യാസവും വിവരമുള്ള പഞ്ചായത്തുകളിൽ എങ്ങനെയാണ് ജലജീവൻ പദ്ധതിയുടെ ഉദ്ഘാടനം എഗ്രിമെന്റ് വെച്ചത്? കുഴിയെടുത്ത് പൈപ്പിട്ട് അത് മൂടിയതിനു ശേഷം പഴയ സഞ്ചാരയോഗ്യമായിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അതിന്റെ എല്ലാ എഗ്രിമെന്റ്. പക്ഷെ പുതുപ്പള്ളി പഞ്ചായത്തിലെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ മെമ്പർമാരോട് ഒരു വാക്ക് പോലും ആലോചിക്കാതെ ആരോ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പുതുപ്പള്ളി പഞ്ചായത്തിലെ ഭരണസമിതി എഗ്രിമെന്റ് വെച്ചു. എവിടെയായിരുന്നു എഗ്രിമെന്റ്? കുഴിയെടുത്ത് പൈപ്പിട്ട് മൂടുക, അതിന്റെ മേളിൽ കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളത് ആ എഗ്രിമെന്റ് അത് കാണിച്ചിരുന്നില്ല. ഇത്രയും പണി ചെയ്ത് കോൺട്രാക്ടർ പൈസയും മേടിച്ചുകൊണ്ട് പോയി. ഒരുപക്ഷെ അത് ഇവർക്ക് വേണ്ടപ്പെട്ട ആരുമായിരിക്കാം കോൺട്രാക്ടർ. പക്ഷെ മറ്റ് വിവരമുള്ള മെമ്പർമാർ ഭരിക്കുന്ന അല്ലെ മുന്നണികൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ ആ ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് വിട്ടു മണ്ണിട്ട് മൂടി അത് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമായി. ഇന്ന് പുതുപ്പള്ളി പഞ്ചായത്തിലെ ഒറ്റ
പഞ്ചായത്ത് റോഡുകൾ പോലും കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കാരണം ഈ UDF പുതുപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുമ്പോൾ സകല റോഡുകളും ഏത് സമയത്തും സഞ്ചരിക്കാവുന്ന രീതിയിൽ വാഹനങ്ങൾക്ക് പോകുന്ന രീതിയിൽ സഞ്ചാരയോഗ്യമാക്കി തീർത്താണ്. അതാണ് ഇന്ന് ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയ ചില CPM-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സിമന്റ് പൊടിയും മണലും ഒക്കെ ആയിട്ട് വന്ന് ഇപ്പൊ തട്ടിമുത്തേന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ 5-6 മാസക്കാലമായി ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പദ്ധതി കൊടുക്കാതെ പിരിയുന്നു. എന്തിനു വേണ്ടി ഇവര് കൊടുത്തില്ല എന്ന് ചിന്തിക്കണം. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 10 വോട്ടിന് വേണ്ടി ഇലക്ഷന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങള് പെൻഷൻ 2000 രൂപയാക്കിയിരിക്കുന്നു, കുടിശ്ശിക തീർത്തു കൊടുക്കും. 5-6 മാസക്കാലമായി ഇത് കൊടുക്കാതിരുന്നേച്ചാണ് ഇപ്പൊ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നത്. ഒരാഴ്ച പട്ടിണി ഇട്ടയച്ച് പിന്നെ 8-ാം പൊക്കം ആഹാരം കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഇവർ മുന്നോട്ട് പോകുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചരിത്രത്തിൽ ഇത്ര നിർജീവമായ നിഷ്ക്രിയമായ വികസനം എന്നാൽ എന്താണ് എന്നതിന്റെ ഭാരവാടം പോലും പഠിക്കാത്ത ഒരു ഭരണസമിതി ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം പുതുപ്പള്ളി പഞ്ചായത്തിലെ ഇടതുപക്ഷ മെമ്പർമാരുടെ ഭരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭരിക്കുന്ന മെമ്പർമാരില്ല, CPM-ന്റെ നേതാക്കന്മാരാണ് ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ജനോപകാരപ്രദമായ നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളല്ല, മറിച്ച് CPM-ന്റെ സംഘടിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് പുതുപ്പള്ളി പഞ്ചായത്തോട് നടപ്പിലാക്കാൻ തുടങ്ങിയത്. 5 വർഷക്കാലം നിഷ്ക്രിയമായ ഈ ഭരണ സംവിധാനത്തിനെതിരെ അതിശക്തമായി ജനവികാരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജനവികാരം മുതലാക്കിക്കൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ ഒരു ഭരണ സംവിധാനം UDF-ന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാര്യം ഇവന്മാരൊന്ന് ഇറങ്ങിപ്പോയാൽ മതി, CPM-ന്റെ അനുഭാവികൾ പോലെ പറയുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇന്ന് പുതുപ്പള്ളി നിരന്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വിദ്യാസമ്പന്നരായ സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്ത് ശക്തമായ കഴിവ് തെളിയിച്ചുള്ളവർ തന്നെയായിരിക്കും UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് കടന്നു വരിക. അവരിലൂടെ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഉജ്ജ്വലമായ വിജയം UDF നേടിക്കൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിൽ UDF ഭരണത്തിൽ വരികയും ജനകീയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് നാടിന്റെ മുക്കിനും മൂലയും വികസനത്തിന്റെ പുതിയ പന്താവുകൾ തെളിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി ആ ഭരണസമിതി മുന്നോട്ട് പോകും. അതിന് പ്രിയപ്പെട്ട എല്ലാ ജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് UDF-ന്റെ ഓരോ തെരഞ്ഞെടുപ്പിൽ കടന്നു വരുന്ന ഓരോ അംഗങ്ങൾക്കും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് തലപ്പാടിയിൽ നിന്നും KPCC-യുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിൻസൺ മാത്യൂസ് അനുഗ്രഹിച്ച് ആശീർവദിച്ച ഉദ്ഘാടനം ചെയ്ത ജനരക്ഷായ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ജാഥയിൽ ജനങ്ങളോട് നന്ദി പറയാൻ വേണ്ടി പ്രിയപ്പെട്ട ജാഥാ ക്യാപ്റ്റൻ ശ്രീ സാംഗ്യ വർക്കിയെ ക്ഷണിച്ചുകൊള്ളുന്നു. തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് പുതുപ്പള്ളിക്കവരെ കടന്നു വന്ന ഈ ജനരക്ഷാ യാത്രയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും, അതുപോലെ ഇവിടെ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ ജനരക്ഷാ യാത്ര അടുത്ത ജംഗ്ഷനിലേക്ക് കടന്നു പോവുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പുതുപ്പള്ളി പഞ്ചായത്തിനോട് വർക്കി നയിക്കുന്ന ജനരക്ഷാ യാത്രയാണ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സഫലമാക്കിടാം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനരക്ഷാ യാത്രയാണ് ഈ വെട്ടത്തോലയിൽ എത്തിയിരിക്കുന്നത്.
ഈ ജനരക്ഷാ യാത്ര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുവാനുള്ള കാര്യം കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ LDFന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ നയവൈകല്യങ്ങളെപ്പറ്റി ഈ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് നടത്തുന്ന ഈ പരിപാടിയിൽ ഇതിൽ സംബന്ധിക്കുന്ന ഈ നാട്ടിലുള്ള ആൾക്കാരെ അറിയുന്നതിനും കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഭരണം നടത്തിയ LDFന്റെ പ്രവർത്തനങ്ങൾ നാട്ടിലെ ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ജനരക്ഷാ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഈ വെട്ടത്തോലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും DCC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സാബു മുത്തപ്പനെ ക്ഷണിച്ചുകൊള്ളുന്നു. വിശ്വാസികളെ, നല്ലവരായ നാട്ടുകാരെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് 3 മണിക്ക് തലപ്പാടിയിൽ നിന്നും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പിൽസൺ മാത്യൂസ് ഉദ്ഘാടനം ചെയ്ത പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാങ്കേ മക്കി നയിക്കുന്ന ജനരക്ഷാ യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജനരക്ഷാ യാത്ര കഴിഞ്ഞ 5 വർഷക്കാലമായി പുതുപ്പള്ളി ആദ്യമായി ഈ വട്ടത്തിയമല നിവാസിയായ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദിന്റെ നേതൃത്വത്തില് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലെയും പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാത്ത സാഹചര്യം ഒരുക്കിയത് നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഈ പൊട്ടിപ്പൊളിച്ച റോഡുകളെ പുനർനിർമ്മിക്കുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിയാതെ നാളിതുവരെ ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ എഗ്രിമെന്റുകളൊന്നുമില്ലാതെ ആരോ പറഞ്ഞു പദ്ധതി നടപ്പിലാക്കാൻ പറഞ്ഞു, പാർട്ടി പറഞ്ഞു, ഞങ്ങൾ നടപ്പിലാക്കി. വ്യക്തമായ എഗ്രിമെന്റുകളോ ധാരണകളോ ഇല്ലാതെ പോയതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ പുനരാരംഭിക്കുവാൻ നാളിതുവരെ കഴിയാതെ പോയതിന്റെ ഫലമായി വീടുകളിലേക്ക് കുത്തിപ്പൊളിച്ച റോഡുകളും പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളടക്കമുള്ള റോഡുകളും ഇന്ന് ആ സ്ഥിതിയിൽ തന്നെ തുടരേണ്ട സാഹചര്യം. ഇതിനെതിരെയാണ് ഞങ്ങൾ ഈ ജനരക്ഷാ യാത്ര നടത്തുന്നത്. 5 വർഷത്തിന് മുമ്പ് LDFന്റെ ഭരണമുണ്ട്. ഞങ്ങൾക്കൊന്നേ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളൂ. അടുത്ത പ്രാവശ്യം LDFന്റെ ഈ ഭരണസമിതി ഇറക്കി UDFന്റെ ഒരു ഭരണസമിതി പുതുപ്പള്ളിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഭരണസമിതിയും കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും വരണമെന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ ആവശ്യം. അത് നിങ്ങൾ അംഗീകരിച്ച് ഇവിടെ കോൺഗ്രസിന്റെ ഭരണസമിതി വരുന്നതിന് വേണ്ടി എല്ലാ സഹായം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സ്വീകരണം നൽകിയ ഈ 13-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്കും അതുപോലെ ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ വയ്യാറായ സമയത്ത് ഈ കൈതാപ്പാത്തുകൾ കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനരക്ഷാ യാത്രയുടെ ആളുകൾ ഇവിടെ കടന്നു വരാനുള്ള സാഹചര്യം കഴിഞ്ഞ 5 വർഷക്കാലമായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് LDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾക്ക് മുമ്പ് LDFന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ അവരിവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു വാഗ്ദാനം നൽകി. ഞങ്ങൾ ഈ 5 കൊല്ലത്തിനകം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ജലമെത്തിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ മെമ്പർമാരും ആരും എതിർത്തില്ല. കാരണം കുടിവെള്ള പ്രശ്നം പല പ്രദേശങ്ങളിൽ വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ വെള്ളം അവരെല്ലാവർക്കും നൽകാൻ വളരെ നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് അവരുടെ ഒപ്പം ഇവിടുത്തെ UDFന്റെ പ്രതിപക്ഷ മെമ്പർമാരും അവരുടെ തീരുമാനത്തിന് അനുകൂലിച്ചു. പക്ഷെ ഇന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ ഈ പുതുപ്പള്ളി ജനങ്ങളെ മുഴുവൻ പച്ചയ്ക്ക് പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു. ഭരണസമിതിയുടെ കാലത്ത് അർബൻ മിഷന്റെ ഫണ്ട് കൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും വഴികളും അതുപോലെ സ്റ്റീൽ ലൈറ്റുകളും അങ്ങനെ വാർഡിന് അത്യാവശ്യമുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോയത്. ഇവർ ജലം കൊടുക്കുമെന്ന് പറഞ്ഞ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലെയും റോഡുകൾ കുത്തിപ്പൊളിച്ച് ഇത് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ റോഡുകളാക്കിയിരിക്കുകയാണ്. ഇതുവരെ വെള്ളമാർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. 2024 വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ് 2025 തീരാറായി. 2028 വെള്ളം കിട്ടുള്ളെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും പറഞ്ഞു കബളിപ്പിച്ച ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി പുതുപ്പള്ളി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFന്റെ ഭരണസമിതി. അതുപോലെ തന്നെ ആ വഴി നന്നാക്കിയ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്
9,58,00,000 രൂപ അനുവദിച്ചു. പക്ഷേ 9,58,00,000 രൂപ ലാപ്സാക്കി ഇന്നും പൊതുജനങ്ങൾക്ക് നടക്കാൻ മേലാത്ത രീതിയിൽ ഈ വഴിയുടെ വഴിയെ ആൾക്ക് നടക്കാൻ മേലാത്ത രീതിയിലാക്കിയിട്ടിരിക്കുകയാണ്. അവരാണ് വീട്ടിൽ ഇപ്പോൾ വോട്ട് ചോദിച്ചുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഈ കൈതാപ്പാട്ടുകൾ വേറെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ KK ബ്രേക്ക് എന്ന് പറഞ്ഞ് 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ മുടക്കിയ ഒരു സംഭവം ഇവിടെ കിടപ്പുണ്ട്. പുറമ്പോക്ക് കൈകാര്യം ചെയ്തു. അത് ഇപ്പോൾ ഹൈക്കോടതിയെ പൂട്ടിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണം കൊണ്ട് നൽകിയ ആ പുതുപ്പള്ളി പഞ്ചായത്ത് പണിതിയ ആ കെട്ടിടം വെറുതെ കിടക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലമായി ജനങ്ങൾക്കൊരു പ്രയോജനമില്ലാത്ത ഒരു ഭരണമാണ് ഇവിടെ LDFന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിനെതിരെയാണ് ഇത് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ജനരക്ഷായാത്ര എന്ന പേരിൽ ഇവിടെ ഈ പദയാത്ര നടന്നു വന്നിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന്റെ സാരഥികളെ വിജയിപ്പിച്ച് UDFന്റെ ഒരു ഭരണസമിതി പുതുപ്പള്ളിയിൽ വരികയും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട എല്ലാ ഒത്താശയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്താണ് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ EK പ്രകാശനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമിതിയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനുള്ളത്. അവരുടെ ദൂരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കൈതാപ്പാട്ടിൽ തന്നെയുണ്ട്. 20 ലക്ഷം രൂപ മുടക്കി ഒരു സ്ഥാപനം അവർ കൈതാപ്പാട്ടിൽ പണിയുണ്ടായി. അതിന്റെ പേര് KK ബ്രേക്ക് എന്നാണ്. ഒരു സോപ്പ് വട്ടിയുടെ വലിപ്പത്തിൽ പണി ആ പ്രസ്ഥാനത്തിന് ചെലവഴിച്ചത് 20 ലക്ഷം രൂപയാണ്. നമുക്കറിയാം 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായ ഒരു 3 മുറി കിച്ചണും വർക്ക് ഏരിയയും സിറ്റ് ഔട്ടും ഉള്ള ഒരു മനോഹരമായ വീട് നമുക്ക് പണിയാൻ സാധിക്കും. ഈ 20 ലക്ഷം രൂപ മുടക്കിയെന്ന് മാത്രമല്ല, PWD അംഗീകാരമില്ലാതെ PWD പുറമ്പോക്കിൽ അത് പണിയുകയും ഇന്നത് ആർക്കും പ്രയോജനമില്ലാതെ ഒരു നോക്കുകുത്തിയായി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനം. ഇത് പാവപ്പെട്ട നിങ്ങളും ഞാനും ഈ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കൊടുത്ത നികുതിപ്പണം ഉപയോഗിച്ചാണ് അത് പണിത് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ ഈ 5 വർഷക്കാലം യാതൊരു വികസന പ്രവർത്തനങ്ങളോ ജനോപകാരപ്രദമായ പരിപാടികളോ നാടിന്റെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളോ ചെയ്യാതെ ഇലക്ഷന്റെ തൊട്ട് മുന്നിൽ ഓടി നടന്ന് കുറെ ഉദ്ഘാടനങ്ങൾ ചെയ്യാം. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ പുതുപ്പള്ളിയിൽ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ട് നിലകൊള്ളുന്ന മിനി സിവിൽ സ്റ്റേഷൻ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചു. അതുകൊണ്ട് മിനി സിവിൽ സ്റ്റേഷന്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു. ഈ അടുത്ത നാളിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് വന്ന് അതിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 1ാം ഘട്ടം ഉമ്മൻചാണ്ടി കൊടുത്ത 1 കോടി രൂപ കൊണ്ട് ചെയ്തതല്ലാതെ 5 വർഷക്കാലം കൊണ്ട് ഒരു 50,000 രൂപ പോലും ഈ ഭരണസമിതി മുടക്കിയില്ല. നിങ്ങൾ നോക്കണം, ഇന്ന് ആ സ്ഥാപനം മിനി സിവിൽ സ്റ്റേഷൻ അവിടെ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പെണ്ണുങ്ങൾ സമാഹരിച്ച പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഇന്നവിടെ സൂക്ഷിക്കുന്ന ഒരു സംരംഭ മേഖലയായി നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ പഞ്ചായത്തിന്റെ വികസനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ 2ാം ഘട്ടം പൂർത്തീകരിച്ചത്. സാംഖ്യവർക്ക് ഒരു ജലജീവൻ പദ്ധതി നമ്മുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ ജിനുവിനുണ്ട്. പ്രതിപക്ഷത്തെ ഒരു മെമ്പർമാർ പോലും അറിയാതെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആൾക്കാർ വളരെ രഹസ്യമായിട്ടാണ് ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടത്. ഒപ്പിട്ട് വന്നപ്പോൾ ആ എഗ്രിമെന്റിന്റെ പകർപ്പ് സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവിന് കൊടുക്കേണ്ടതാണ്. പക്ഷെ അവർക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവർ ചോദിച്ചപ്പോൾ ഒന്ന് കാണിക്കാൻ പോലും തയ്യാറായില്ലവർ. എല്ലാ തലയ്ക്ക് മൂളയുള്ള വിദ്യാസമ്പന്നരായ ഭരണത്തിന്റെ നൈപുണ്യം അറിയാവുന്ന പഞ്ചായത്തുകാർ അതിന്റെ എഗ്രിമെന്റ് എങ്ങനെയാണ് വെച്ചത്? കുഴികുത്തി പൈപ്പിട്ട് മൂടി കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എഗ്രിമെന്റ് വെച്ചത്. അങ്ങനെ ചെയ്ത പഞ്ചായത്തിലൊക്കെ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമായി. എന്നാൽ പുതുപ്പള്ളി പഞ്ചായത്തിലെ ഒരുപറ്റം വിമൃതോക്ഷികളായ ഭരണകർത്താക്കളുടെ ഗുണം കൊണ്ട് കുഴികുത്തി പൈപ്പിട്ട് മണ്ണിട്ട് മൂടുന്ന മാത്രമാണ് എഗ്രിമെന്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന ഭാഗം എഗ്രിമെന്റിനകത്തില്ലായിരുന്നു. പണിതിയാൾ കാശും മേടിച്ചുകൊണ്ട് പോയി. ഇന്നൊരു കാൽനടക്കാരന് പോലും നടന്നു പോകാൻ കഴിയുമല്ലാത്ത രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ അതിശോചനീയമായ അവസ്ഥയിലാണ്. ചൂഷണം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ 2000 രൂപയാക്കി. പക്ഷെ 6 മാസക്കാലമായിട്ട് പാവപ്പെട്ട ജനങ്ങൾ മഴ നോക്കിയിരിക്കുന്ന വേഴാമ്പലിനെപ്പോലെ കാത്തിരുന്ന് തങ്ങളെ പെൻഷൻ കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. അത് ഇലക്ഷൻ എടുത്തപ്പോൾ ഞങ്ങൾ കുടിശ്ശിക സഹിതം കൊടുക്കുന്നു എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രകൾ വാരി വിതറുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഇടതുപക്ഷ
ജനദ്രോഹ നയങ്ങൾക്കെതിരെ പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാം കെ വക്കി നയിക്കുന്ന ജനരക്ഷാ യാത്രയാണ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പുതുപ്പള്ളി പഞ്ചായത്ത് തലപ്പ നിരകൾക്കൊപ്പം കന്യാകുമാരി തീരം പാടും ജനഗണമനയുടെ നാടിൻ ഗീതം, ജനഗണമനയുടെ നാടിൻ ഗീതം, ജനഗണമനയുടെ നാടിൻ ഗീതം. കോൺഗ്രസ് 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 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൂറ്റാണ്ടുകൾ സെക്രട്ടറി അഡ്വക്കേറ്റ് ക്രിസ്ത്യൻ മാത്യു ഉദ്ഘാടനം ചെയ്ത പതാക കൈമാറിയ ജനരക്ഷാ യാത്രയാണ് ഈ നരിമറ്റ കവലയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി പുതുപ്പള്ളി ഭരിച്ചുകൊണ്ടിരുന്ന LDF പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു. അത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനരക്ഷാ യാത്ര നടത്തിയിരിക്കുന്നത്. ഈ ജനരക്ഷാ യാത്രയുടെ കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ ജിനു കെ പോളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ജാഥയുടെ ക്യാപ്റ്റൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാം കെ വർക്കി, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷം പുതുപ്പള്ളി പഞ്ചായത്തിൽ ഭരണം നടത്തുന്ന LDF ഇതുവരെയുള്ള പുതുപ്പള്ളിയുടെ എല്ലാ വികസന കാര്യങ്ങളെയും തച്ചുകൊടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണ ആസ്തികളെല്ലാം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഭരണമാണ് കഴിഞ്ഞ 5 വർഷമായി നടന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് LDF ഭരിക്കുമ്പോൾ ജില്ലാ, ബ്ലോക്ക്, അതുപോലെ തന്നെ ഗവൺമെന്റ് എല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊതുവായുള്ള പ്രശ്നങ്ങളിൽ സമഗ്രമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരവസരമായിട്ട് പോലും യാതൊന്നും ചെയ്യാൻ പറ്റാതെ, നമുക്കറിയാം, നമ്മൾ കാണുന്ന പുതുപ്പള്ളി കവല വരുമ്പോൾ കാണുന്ന ബസ് സ്റ്റാൻഡ്, അതുപോലെ കവലയിലേക്ക് വരുമ്പോൾ കാണുന്ന പുതുപ്പള്ളിയിലെ ഗ്രൗണ്ട്, ഇതൊക്കെ ഈ 5 വർഷമായിട്ട് കിടക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. നമുക്കറിയാം, ഈ ഗ്രൗണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണെങ്കിൽ ഈ ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ട് ഈ 5 വർഷമായി ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ ഗ്രൗണ്ട് ഒന്ന് വൃത്തിയാക്കുവാൻ പോലും ഇവരെ കൊണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ ജലജീവൻ മിഷന്റെ പേരിൽ പുതുപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും തകർത്ത് പൊട്ടിച്ച് നടന്നിരിക്കുകയാണ്. ഇത് തിരികെ കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ളതിന് വേണ്ട ഒരു നടപടികളും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. 9 കോടി രൂപ ഇതിനുവേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്നു. എന്നാൽ ആ ഫണ്ട് എടുത്ത് വിനിയോഗിക്കുവാനോ ഗവൺമെന്റിനെ ഇടപെട്ട് ഈ കാര്യം തീർക്കുവാനോ ഇവർക്ക് സാധിച്ചില്ല എന്നുള്ള വേറെ യാഥാർത്ഥ്യം. അങ്ങനെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള കൊണ്ടുവന്ന എല്ലാ പരിപാടികളും ആർക്കും ഗുണകരമല്ലാത്ത രീതിയിൽ പറ്റു ചേർത്ത ഒരു ഭരണ സംവിധാനം കഴിഞ്ഞ 5 വർഷമായി പുതുപ്പള്ളി ഭരിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പല യാത്രകളിൽ പല വിധത്തിൽ ആശ്രയിക്കുന്ന പഞ്ചായത്ത് അവരെ നാടകത്തിന്റെ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊരു മാറ്റം വരുവാൻ ഈ ജനങ്ങൾ ഈ കാര്യങ്ങളിൽ ബോധവാന്മാരായി ഈ 5 വർഷം മുമ്പ് ജനങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനി ഉണ്ടാകരുത് എന്നും കൂടി അഭ്യർത്ഥിക്കുവാനാണ് പ്രത്യേകിച്ച് ഈ ജാഥ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ സഹകരിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഈ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 11ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയോടുള്ള എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഈ പദയാത്ര ആരംഭിക്കുകയാണ്. ആരംഭിച്ച ജനരക്ഷാ യാത്ര ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ
MLA, മറ്റു പ്രിയമുള്ള നേതാക്കളെ, മറ്റു പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് 3:30 തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച ഈ ജനരക്ഷാ യാത്ര തോട്ടക്കാട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം LDFന്റെ ഭരണത്തിന് ജനവിരുദ്ധ നയങ്ങളെപ്പറ്റി പറയുന്നതിന് വേണ്ടിയാണ് പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ജനരക്ഷാ യാത്ര ഇവിടെ നടത്തിയത്. ഈ ജനരക്ഷാ യാത്രയുടെ സമാപന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഇവിടുത്തെ വാർഡ് പ്രസിഡന്റ് ശ്രീ രാജേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ജാഥാ ക്യാപ്റ്റനുമായ ബഹുമാന മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാം കേവർക്കി, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KB ഗിരീശൻ, ബഹുമാന്യ ശ്രീ സാബു കുറുമ്പൻ, ശ്രീ പ്രകാശൻ, മറ്റ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളെ, കോൺഗ്രസ് പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ യോഗത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ നേതാക്കളെയും എല്ലാ പാർട്ടി സുഹൃത്തുക്കളെയും പാർട്ടി പ്രവർത്തകരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ജനരക്ഷാ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ MLA ശ്രീ അഡ്വക്കേറ്റ് ചാണ്ടിയൂപ്പനിവിടെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സാം കേവർക്കി, ബ്ലോക്കിന്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ ഗിരീഷ് അവർ, പ്രിയപ്പെട്ട സിനി മാത്യു അവർ, പ്രിയപ്പെട്ട സാബുചായൻ, പ്രിയപ്പെട്ട ജിനു, പ്രിയപ്പെട്ട പ്രകാശൻ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്ന് ജനരക്ഷാ യാത്ര നല്ല രീതിയിൽ 4 മണിക്കൂർ നിങ്ങളോടൊപ്പം നടക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 8 പഞ്ചായത്തുകളിലെ ഞാൻ കാരണം രക്ഷപ്പെട്ടെന്ന് പോയത് സൗന്ദര്യം ഞാൻ വരാത്തതുകൊണ്ട് രക്ഷപ്പെട്ടെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത സമയം നോക്കി സമയം പരിപാടി വന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നടക്കേണ്ട ആളാണ്. പക്ഷെ ഇന്ന് കോർ കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തിന്റെയും തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. പ്രത്യേകമായ ദുഃഖം അക്കാര്യത്തിൽ പഞ്ചായത്ത് തളർന്നതായിട്ട് കാണുന്നത്. നടന്നിട്ടില്ല, വണ്ടിയിലെ പോകുന്നത്. ഏതായാലും വലിയ ഒരു ഉദ്യമത്തിലാണ് നമ്മൾ. ആ ഉദ്യമം ഇവിടെ UDFന്റെ വിജയം, കോൺഗ്രസിന്റെ വിജയം, UDFന്റെ പുതുപ്പള്ളിയിലെ വിജയം അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു പദയാത്രയായി ഇന്നത്തെ ജനരക്ഷാ യാത്ര മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് നമ്മൾ ഇത്രയും ആവേശത്തോടെ നിങ്ങളിവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, പഞ്ചായത്തിന്റെ തെറ്റായ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുക. സർക്കാരിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾ കാണുന്നുണ്ട്, പത്രത്തിൽ വായിക്കുന്നുണ്ട്. കൊള്ളയടിക്കുക, ശബരിമലയിലെ സ്വർണ്ണം കൊള്ളയടിച്ചതിന്റെ കണ്ടില്ലേ? ഇതാ N വാസു അടക്കമുള്ളവർ ജയിലിലറയിലേക്ക് പോകുന്നു. ഇനിയും കൂടുതൽ ആളുകൾ പോകുമെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരുവാണെങ്കിൽ കണ്ടാൽ മതിയല്ലോ റോഡുകളുടെ അവസ്ഥ. ഈ റോഡുകൾ അകത്ത് ഒരു റോഡ് പോലും റിസ്റ്റോർ ചെയ്യാത്ത പഞ്ചായത്ത്, ഉമ്മൻചാണ്ടി അപമാനിക്കുവാൻ വേണ്ടി ഒരു പണിയാത്ത സിവിൽ സ്റ്റേഷൻ, പണി തീരാത്ത സിവിൽ സ്റ്റേഷന് അദ്ദേഹത്തിന്റെ പേരിട്ടുകൊണ്ട് ഉദ്ഘാടനം നടത്തി. നിങ്ങൾക്ക് വേണേ കൊടുക്കാറുണ്ട്, EMSന്റെ പേരിൽ കൊടുത്ത കമ്മ്യൂണിറ്റി ഹാള് ഉമ്മൻചാണ്ടിന്റെ പേര് കൊടുക്കാറുണ്ടല്ലോ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, EMSുമായി ഒരു അഭിപ്രായ വ്യത്യാസമില്ല, അദ്ദേഹത്തെ പറ്റി വലിയ ഒപ്പീനിയനാണോ. പക്ഷേ അദ്ദേഹത്തിന്റെ പേരല്ല കൊടുക്കേണ്ടിയിരുന്നുള്ളത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉറച്ച വിശ്വാസം. കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കാതെ പണി തീരാത്ത സിവിൽ സ്റ്റേഷൻ, ആ പണി തന്നെ ഇന്ന് നിൽക്കുന്നത് അദ്ദേഹം കൊടുത്ത തുകയിലാണ്. പക്ഷെ 5 വർഷക്കാലം പഞ്ചായത്തോ ഗവൺമെന്റോ ഒന്നും ചെയ്യാതെ അവിടെ അങ്ങനെ തന്നെ ഇട്ടു അല്ലേ? ഇന്ന് അതിന് ഉമ്മൻചാണ്ടിയുടെ പേരിട്ട് അദ്ദേഹത്തെ അവമാനിക്കും. അതുകൊണ്ട് ഇതൊക്കെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഈ റോഡ് റിസ്റ്റോർ ചെയ്യുവാൻ, പഞ്ചായത്തിലെ റോഡുകൾ റിസ്റ്റോർ ചെയ്യുവാൻ ജൽജീവൻ മിഷന് അധികാരമുണ്ടായിരുന്നു. അധികാരം വേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞത് ഇവിടുത്തെ പഞ്ചായത്താണ്.
40 ലക്ഷം രൂപ MLA ശേഷം ആദ്യം ഞാൻ കൊടുക്കാൻ പോയപ്പോൾ എന്നെ ബഹിഷ്കരിച്ചത് ഈ പഞ്ചായത്തിന്റെ അധികാരികളാണ്. ഒരു MLA അങ്ങോട്ട് പോവുകയാണ് 40 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോഴാണ് പഞ്ചായത്തിലെ അധികാരികൾ MLA ബഹിഷ്കരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇവിടുത്തെ റോഡിന്റെ വികസനം, പഞ്ചായത്തിന്റെ ഫണ്ടിൽ കൊടുക്കുന്ന റോഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറച്ചങ്ങോട്ട് പോകുമ്പോ പെരുമനച്ചി റോഡ്, ആ പെരുമനച്ചി റോഡിന്റെ അവസ്ഥ എന്താ? വാഴ വെക്കേണ്ട അവസ്ഥ വന്നു എനിക്ക്. എന്താ, എത്ര പ്രാവശ്യം പലതവണ പറഞ്ഞും മാറ്റി പറഞ്ഞും ഇതുവരെ ആ റോഡ് ടാർ ചെയ്യാതിട്ടിരിക്കുക. ബഡ്ജറ്റ് അനുവദിച്ച വെണ്ണിമല ക്ഷേത്രത്തിന്റെ റോഡ് ഇതുവരെ അത് പണിയുന്നില്ല. അവിടെ ഞങ്ങളിപ്പോ ടാർ ചെയ്തു, കോൺക്രീറ്റ് ചെയ്തു. പ്രിയപ്പെട്ട മോനിത ചേട്ടനിലേക്ക് നേരത്തെ ജനകീയ സമിതി ഉണ്ടാക്കി കുറെ ഭാഗം കോൺക്രീറ്റ് ചെയ്തു. ഇവിടെ അതാണ് അവസ്ഥ വരുന്നത്. പെരുമനച്ചി തോട്ടക്കാട് റോഡ്, പെരുമനച്ചി റോഡ് വരുമ്പോൾ ചങ്ങനാശ്ശേരി വരെ റോഡ് നല്ലതാണ്. ചങ്ങനാശ്ശേരിക്ക് ഇപ്പുറം റോഡ് പണിയുന്നില്ല. റോഡുകളിൽ നമുക്ക് വേണ്ടുള്ളൂ, വേറൊന്നും പറയുന്നില്ലല്ലോ. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് റോഡ് നന്നാക്കുക എന്നുള്ളത്. അതുപോലും സർക്കാർ ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ മുന്നേറ്റം ജനങ്ങൾ തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സർക്കാരിനെ വിലയിരുത്തുന്നു, പഞ്ചായത്തിനെ വിലയിരുത്തുന്നു, രണ്ടും പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞ ശബരിമലയുടെ കാര്യം മാത്രമല്ല, നിങ്ങൾ ചെന്നുപോയിക്ക് ചേപ്പാട് പള്ളി, ആ പള്ളിയുടെ കുരിശ് JCB വെച്ചാ തകർത്തെ. JCB വെച്ച് ആ കുരിശ് തകർക്കുമ്പോൾ അവിടുത്തെ അച്ഛൻ നോട്ടീസ് എന്തിയെ? നോട്ടീസില്ല. ഉത്തരവെന്തിയെ? ഉത്തരവില്ല. 1000 വർഷം പഴക്കമുള്ള കുരിശെടുത്ത് തകർക്കുവാൻ ഒരു മര്യാദയും ഉണ്ടായിരുന്നില്ല. JCB വെച്ച് തകർത്തു. അത് വേണമെങ്കിൽ എടുത്തു വെക്കായിരുന്നു, എടുത്തു വെക്കാം. അതൊന്നും ചെയ്യാതെ അതിനെ തകർത്ത് വിട്ടു. കുരിശൊന്നും നോക്കണ്ട, അതിന്റെ ചരിത്ര പ്രാധാന്യമാണ് പ്രധാനം. 1000 വർഷമുള്ളത് ASIയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ആ ASIയുടെ കീഴിലുള്ള സ്ഥാപനത്തെ JCB വെച്ച് തകർക്കുക. പക്ഷെ ഇവർക്കൊന്നും ചരിത്രബോധമില്ലല്ലോ. ചരിത്രം അറിഞ്ഞാലല്ലേ ചരിത്രബോധം ഉണ്ടാകത്തുള്ളൂ. ചരിത്രം അറിയില്ല. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഈ വെണ്ണിമല ക്ഷേത്രം. വെണ്ണിമല ക്ഷേത്രത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞ 2 വർഷമായി പല ഓഫീസുകൾ കയറി ഇറങ്ങി, പല മന്ത്രിയെ കണ്ടു, പല ഉദ്യോഗസ്ഥരെ കണ്ടു. 1 രൂപ തന്നില്ല. ഉമ്മൻചാണ്ടിക്കും കൊടുത്തില്ല 1 രൂപ. 19 തൊട്ട് അദ്ദേഹം ശ്രമിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരുവാൻ, അതിനെ തിരിച്ചുദ്ധരിക്കുവാൻ. 1 രൂപ സർക്കാർ കൊടുത്തില്ല. ഞാൻ 15 ലക്ഷം രൂപ കല്യാൺ ഗ്രൂപ്പിനെ കൊണ്ട് കൊടുത്തു. ഇവിടുത്തെ ഒരു ASI സ്മാരകം, ഈ പറഞ്ഞ ASI സ്മാരകം ഇതും ASKR, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് കേരളയാണ്. ഉമ്മൻചാണ്ടി അതിന് കൊടുത്തതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് കേരളയ്ക്ക് കൊടുത്തതാണ്. 2000-ഓളം വർഷം പഴക്കമുള്ള ഈ ചേപ്പാട് പള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ സ്ഥലം 2000 വർഷത്തോളം പഴക്കമുണ്ട്. അത് സംരക്ഷിക്കണ്ടേ? ഷഡ്കാല ഗോവിന്ദ മാരാരുടെ വീടായിരുന്ന സ്ഥലം അതിന് ചേർന്നാണ്. കപില മഹർഷി അവിടെ തപസ്സിരുന്നാ പറയുന്നത്. ഏറ്റവും വലിയ മിഴാവുകളിലൊന്ന് കേരളത്തിൽ ഇവിടെയാണുള്ളത്. ഈ ചരിത്രം സംരക്ഷിക്കണം. അതിന് സാധിക്കാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ട് പോയതാണ് ഇവിടുത്തെ പ്രശ്നം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒറ്റക്കെട്ടായി നമുക്ക് ഈ അവസരത്തിൽ നിൽക്കണം. ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുവാൻ ഒരു UDFന്റെ പഞ്ചായത്ത് വരുമ്പോൾ, ഒരു UDFന്റെ പഞ്ചായത്ത് വരുമ്പോൾ അത് സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDFന്റെ പഞ്ചായത്തും UDFന്റെ സർക്കാരും 6 മാസത്തിനുള്ളിൽ വരുമ്പോൾ ഇത് നമ്മൾ ചേർന്ന പുതുപ്പള്ളിയുടെ വികസനം, പുതുപ്പള്ളിയുടെ വളർച്ച, പുതുപ്പള്ളിയുടെ പുരോഗതി, കേരളത്തിന്റെ പുരോഗതി, കേരളത്തിലെ വികസനം. എനിക്ക് ഏറ്റവും തമാശ തോന്നി, ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റവും അവസാനം ചെയ്ത പ്രവർത്തനങ്ങളൊന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോയ്ക്ക് തറക്കല്ലിട്ട് പോകുക എന്നുള്ളതാണ്. ഇന്നൊരു കല്ല് പോലും അവിടെ കാണാനില്ല. 9 വർഷക്കാലം ഒന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോ വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി പറയാ തിരുവനന്തപുരത്ത് മെട്രോ വരുമെന്ന്. 9 വർഷക്കാലം ഈ സർക്കാർ അടയിരുന്നു. തിരുവനന്തപുരം മെട്രോ എന്നുള്ള ആശയത്തിന്റെ പുറത്ത് അടയിരുന്നിട്ട് ഇന്ന് ഇലക്ഷൻ ആയപ്പോൾ പറയുന്നു ഇത് സ്ഥിരം പരിപാടിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയോട്, അതുപോലെ നമ്മുടെ
സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത പോലെ 9 ഭരണത്തിന്റെ അവസാന ഭാഗമായപ്പോൾ ഞാൻ പറയുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് മെട്രോ നിങ്ങൾക്ക് ആർജമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നു ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോ കൊണ്ടുവന്നില്ല എന്നല്ലേ? കൊച്ചി മെട്രോ ട്രയൽ റൺ നടത്തി. ആ ട്രയൽ റണ്ണിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ ട്രയൽ റൺ നടത്തിയതിനു ശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോയത്. 5 വർഷം കൊണ്ട് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. ധൈര്യമുണ്ട് സഹാക്കളെ നിങ്ങൾ പറയാൻ തിരുവനന്തപുരം മെട്രോ അങ്ങനെ യാഥാർത്ഥ്യമാക്കിയിട്ടാ പോകുന്നത്. തിരുവനന്തപുരം മെട്രോയുടെ ട്രയൽ റൺ നടത്തിയിട്ടാ പോകുന്നത് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കേരളമുള്ളത്. നമ്മുടെ വികസനം, നമ്മുടെ തലപ്പാടിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 4 ലക്ഷം കോവിഡ് ടെസ്റ്റ് നടത്തിയത് അവിടെയാണ്. ആ ഹോസ്പിറ്റൽ ഇന്നും ഒരു ഇൻപേഷ്യന്റ് ഇല്ല, ഔട്ട് പേഷ്യന്റ് മാത്രമേ ഉള്ളൂ. സർക്കാർ ചെയ്യുന്നില്ല. ഈ പുതുപ്പള്ളിയുടെ അവഗണന അതൊക്കെ അവസാനിപ്പിക്കുവാൻ ഒരു UDF പഞ്ചായത്ത് വരണം, UDF സർക്കാർ വരണം. UDF പഞ്ചായത്ത് 1 മാസത്തിനുള്ളിൽ വരും, UDF സർക്കാർ 6 മാസത്തിനുള്ളിൽ വരും. ആ സർക്കാർ ഈ നാടിന്റെ വികസനം ഉറപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ ചാണ്ടി ഉമ്മൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനായ നേതാക്കന്മാരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KV ഗിരീശൻ, അതുപോലെ തന്നെ DCC ജനറൽ സെക്രട്ടറിമാരായ JJ പാലങ്കിലോടി, സാബു പറമ്പിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് TK പ്രകാശൻ, മഹിളാ കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് സിനി മാത്യു, മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പഞ്ചായത്ത് മെമ്പർമാരെ, ബൂത്ത് പ്രസിഡന്റുമാരെ, വാർഡ് പ്രസിഡന്റുമാരെ, മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 ആയപ്പോൾ തലപ്പാടിയിൽ നിന്ന് ബഹുമാനായ നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു ഉദ്ഘാടനം ചെയ്ത ജനരക്ഷാ യാത്രയാണ് ഇപ്പോൾ ഈ തോട്ടക്കാട്ട് കവലയിൽ നമ്മുടെ ബഹുമാനായ MLA ചാണ്ടിയമ്മൻ ഉദ്ഘാടനം ചെയ്തിട്ട് കടന്നുപോയത്. കഴിഞ്ഞ 5 വർഷക്കാലം LDFിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് പുതുപ്പള്ളി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ LDF ഭരണത്തിന് മുമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയായിരുന്നപ്പോൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലെയും വഴികളും കോൺക്രീറ്റ് ചെയ്യുകയും അതുപോലെ സ്റ്റീലേറ്റ് ഇടുകയും അത്യാവശ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അതിനുശേഷമാണ് കഴിഞ്ഞ നെബോജോണിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാറിക്കഴിഞ്ഞപ്പോൾ LDFിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വന്നപ്പോൾ അവർ വലിയ പ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ 53 വർഷക്കാലമായിട്ട് ഉമ്മൻചാണ്ടിയോടെ ഭരിച്ചിട്ട് പുതുപ്പള്ളിയിൽ ആർക്കും വെള്ളം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഇന്ന് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ MLAമാരും അവരുടെ ആ വാഗ്ദാനം, കാരണം ഈ വെള്ളത്തിന്റെ വിഷയമാകുമ്പോൾ നമ്മളെ തീർത്താൽ അത് വലിയ രൂക്ഷമാവുമല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ MLAമാരും എല്ലാം അതിന് ഒത്താശ ചെയ്തു. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഒരു തുള്ളി വെള്ളമെങ്കിലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 18 വാർഡിൽ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അവരൊന്ന് വന്ന് കണ്ടു പറയണം. കാരണം ഇതുവരെയും ആർക്കും ടാങ്ക് ഇവിടെ തീർന്നിട്ടില്ല, ഇതുവരെ ആർക്കും വെള്ളം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സഞ്ചാരയോഗ്യമായ വഴികൾ മുഴുവൻ കുത്തിപ്പൊളിച്ച് ഇന്ന് മനുഷ്യന് നടക്കാൻ പോലും മേലാത്ത രീതിയിലുള്ള ഒരു റോഡാക്കിയിട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും പോകാൻ മേലാത്ത രീതിയിലുള്ള വഴികളാക്കിയിരിക്കുകയാണ് ഈ ജലനിധിയുടെ പേരിൽ. അതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 9,58 ലക്ഷം രൂപ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചു. ഈ കുഴികളെല്ലാം മെയിൻ്റെനൻസ് ചെയ്യുന്നതിനും ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ ഈ വഴികളാക്കുന്നതിനും. പക്ഷേ ആ പൈസ ലാഭമാക്കിയ ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണകാലത്ത്, കഴിഞ്ഞ നെബൂജോണില് ഈ കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്നപ്പോൾ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് വേണ്ടി 70 ലക്ഷം രൂപയും മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി ഒരു 1.25 ലക്ഷം രൂപയും അങ്ങനെ 2 കോടി രൂപയോളം മാറ്റിവെച്ചിട്ടാണ് ആ ഭരണസമിതി ഇറങ്ങിയത്. ആ പൈസ ലാപ്സാക്കി. ഒരു പൈസ പോലും ഈ മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയോ അല്ല ബസ് സ്റ്റാൻഡിന് വേണ്ടി അവർ ഉപയോഗിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ ഭരണം തീരാറായപ്പോൾ മിനി സിവിൽ സ്റ്റേഷന് 2ാം ഘട്ട ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ആരെ കളിപ്പിക്കാനാ? പട്ടിയെ പേപ്പട്ടിയാക്കെന്ന് പറഞ്ഞ പോലെയാ. എന്നിട്ട് ഉദ്ഘാടനമൊക്കെ നടത്തി. ഉദ്ഘാടനം നടത്തിയ മിനി സിവിൽ സ്റ്റേഷൻ ഡ്യൂട്ടിയുള്ള ആൾക്കാർ പോയി കാണണം. നമുക്കങ്ങോട്ട് കയറാൻ പോലും മേല. കാരണം അവിടെ ഈ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി അവർക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ അവരൊരു കാര്യം ചെയ്തു, മിനി സിവിൽ സ്റ്റേഷനെ അങ്ങോട്ടുള്ള വഴി നന്നാക്കി പാർട്ടി ഓഫീസ് നല്ല മനോഹരമാക്കി. അത് മാത്രമേ ചെയ്തുള്ളൂ, വേറെ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത വാർഡായ കൈതപ്പാട്ടുകൾ TK ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം, നമ്മുടെ ഓരോരുത്തരുടെ നികുതി പൈസ മേടിച്ച് 20-25 ലക്ഷം രൂപ നമ്മുടെ TK ബ്രേക്ക് പുറമ്പോക്ക് കൈകാര്യം വെച്ചു. അത് ഹൈക്കോടതി ഉത്തരവിട്ട് പൊളിക്കേണ്ടി വന്നു. ഇപ്പൊ പ്രവർത്തനമില്ല. അങ്ങനെ സമസ്ത മേഖലകളിലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് വികസന പ്രവർത്തനങ്ങൾ കിട്ടിയ പൈസകൾ ലാപ്സാക്കുകയും അല്ലെങ്കിൽ വേണ്ടാധീനം ചെയ്തത് മുഴുവൻ ലാപ്സാക്കുകയും ചെയ്ത് സാധാരണക്കാരായ ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കൊണ്ടുപോയ ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട്. ഇപ്പൊ അവര് കഴിഞ്ഞ ദിവസം അവിടെ പുതുപ്പള്ളി അത് പ്രസംഗിക്കുന്നത് കേട്ടു. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പുതുപ്പള്ളിയിൽ LDF വന്നതിന് ശേഷം ഞങ്ങൾ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ ചെയ്തു, ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേ ചെയ്തു, മറ്റേ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസമായിട്ട് കുറച്ച് ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ആ ഉദ്ഘാടനം നടക്കുന്നതല്ലാതെ എല്ലാവരും LDF മന്ത്രിമാരുടെയും ഒക്കെ പടം വെച്ചൊരു കുറച്ച് ഉദ്ഘാടനം നടക്കുന്നുണ്ടല്ലാതെ വേറെ ഒരു കാര്യം ചെയ്തില്ല. നമ്മളെ മുഴുവൻ കളിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ കളിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ ആവശ്യപ്പെടാനുള്ളൂ, കഴിഞ്ഞ 5 വർഷക്കാലം പുതുപ്പള്ളി പഞ്ചായത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച ഈ ഭരണസമിതിയുടെ ഭരണം അവസാനിക്കാൻ ഡിസംബർ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഇപ്പൊ നമ്മുടെ MLA പറഞ്ഞാല് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസിന്റെ ഒരു ഭരണം വരികയും തുടർ വികസനം ഇവിടെ കഴിഞ്ഞ ഈ ഭരണസമിതിയുടെ മുമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തോ ആ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ അടുത്ത ഭരണസമിതി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വരുന്നതിന് വേണ്ടിയാണ് ഇത് തലപ്പാടിൽ നിന്ന് ഈ ജനരക്ഷായാത്ര തോട്ടക്കാട്ടേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡിസംബർ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും UDF സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഒരു കോൺഗ്രസിന്റെ ഭരണസമിതി വരുവാൻ നിങ്ങളുടെ എല്ലാവരെയും സഹായം ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്യം അവസാനിപ്പിക്കുന്നു. അടുത്തയാളെ സംസാരിക്കുന്നതിനുവേണ്ടി ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KB ഗിരീശനെ ക്ഷണിച്ചുകൊള്ളും. നേതൃത്വത്തിൽ പദയാത്രയാണ് ഇവിടെ സമാപിച്ചത്. സമാപന സമ്മേളനം നമ്മുടെ ബഹുമാനായ MLA ഉദ്ഘാടനം ചെയ്തു. ഈ തോട്ടക്കാട്ടേക്ക് ഈ പദയാത്ര വരണമെന്നും ഇവിടെ സമാപിക്കണമെന്നും തീരുമാനിച്ചതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്നത് ചോദിച്ചാൽ ഈ തോട്ടക്കാട് ആശുപത്രിയുടെ വികസനമാണ്. തോട്ടക്കാട് ആശുപത്രി ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതിന്റെ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ നമുക്കറിയാം. രാവിലെ വന്നാൽ 600ഓളം OP പേഷ്യൻസ് ഉണ്ടായിരുന്ന ആശുപത്രി അവിടെ കിടക്ക രോഗികൾ തന്നെ ഏതാണ്ട് 75-80ഓളം ആയിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷമായപ്പോൾ ആ ആശുപത്രി കെട്ടിടം എത്രയോ ശൂന്യമായി കിടക്കുന്ന സാഹചര്യം. ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല, മറ്റ് ചികിത്സയുമില്ല, ഒന്നുമില്ലാതെ ഈ ഇടതുപക്ഷം ഭരിച്ച 10 വർഷം കൊണ്ട് ഈ നാടിനെ ഇത്രമാത്രം അധപ്പതിപ്പിച്ചു. നമുക്കറിയാം ഈ പ്രദേശങ്ങളിൽ ഉള്ളവർക്കെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി വന്നെത്തുന്ന അഭയ കേന്ദ്രമായ ഈ ആശുപത്രി, പാവങ്ങൾക്ക് ആശ്രയമായ ആശുപത്രി, ഈ സർക്കാർ ആശുപത്രിയുടെ സ്ഥിതി ഇതാണ്. ഈ ഗവൺമെന്റ് ഭരിച്ചാൽ, ഈ പഞ്ചായത്ത് ഭരിച്ചാൽ ഈ സ്ഥിതിയിൽ നിന്നും വീണ്ടും അതിന്റെ അധോഗതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. വരും കാലങ്ങളിലേക്ക് നമ്മൾ വരുന്ന ഒരു ഉറച്ച പഞ്ചായത്ത് വരണമെങ്കിൽ ആ പഞ്ചായത്ത് വന്നാൽ ഈ ആശുപത്രിയുടെ സ്ഥിതി മെച്ചപ്പെടുത്തുവാനും കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കും കൊണ്ടെത്തുമെന്ന് പറയാൻ വേണ്ടി ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൊണ്ട് പ്രമേയം വെച്ചു ഇതിന് നിങ്ങൾ അനുകൂലമായി പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരും കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നും മുൻകാല നേതാക്കന്മാരും ഈ നാട്ടിനെ പ്രതിനിധീകരിച്ചുള്ള സാമൂഹിക പ്രവർത്തകരും സാംസ്കാരിക നേതാക്കന്മാരുടെയും ഒക്കെ പാരമ്പര്യത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം, സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. അടുത്തായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മംഗള കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് സിനി മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളു. മണ്ഡലം പ്രസിഡന്റ് സംഖ്യവാക്യ അവർകൾ, ബ്ലോക്ക് പ്രസിഡന്റ് KB ഗിരീശൻ അവർകൾ, ജിനു കെ പോള്, സ്നേഹമുള്ള കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ, ഏതാണ്ട് 3:30 മണിയോടുകൂടി പുതുപ്പള്ളി മുതൽ തോട്ടയ്ക്കാട് വരെ ജനരക്ഷാ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു യാത്രയാണിത്. ആ ജനങ്ങളുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ഒരു യാത്ര, തീർച്ചയായിട്ടും അത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ നടത്തിയത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. നമുക്കറിയാം, ഏതാണ്ട് 5 വർഷക്കാലമായി പുതുപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഭരിക്കുന്ന ഒരു ഭരണസമിതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ വഴിയിലേക്ക് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു വഴി പോലും നമുക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു രീതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് രീതിയിൽ വഴി കടന്നോ ആ രീതിയിൽ തന്നെ അത് തിരിച്ച് ചെയ്യുവാൻ വേണ്ടിയുള്ള ഫണ്ടും കൂടെ രൂപീകരിച്ചുകൊണ്ട് വേണമായിരുന്നു ആ വഴി ചെയ്യുവാനായിട്ട്. എന്നാൽ അതൊന്നും ചെയ്യാതെ അത് ഉടനെ തന്നെ വെള്ളം വരുമെന്ന ഒരു രീതിയിൽ എല്ലാ വഴികളും ആ ഒരു രീതിയിലിട്ടു. എന്നാൽ വെള്ളം വന്നെങ്കിൽ അതെങ്കിലും ഓർത്ത് നമുക്ക് സമാധാനിക്കായിരുന്നു. അതും ഇല്ല, വഴിയുമില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിനെല്ലാം MLA മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ വാതിൽക്കൽ കൂടെ കിടക്കുന്ന വഴിയും നമുക്കറിയാം. MLA 45 ലക്ഷം രൂപ അനുവദിക്കുകയും അത് ചെയ്യുവാൻ വേണ്ടി വരുമ്പോൾ ഒരു കാരണവശാലും അത് ചെയ്യുവാൻ അവർ സമ്മതിക്കാതെ ഭരണസമിതി അതിനെതിരെ നിൽക്കുന്ന ഒരു രീതിയുമാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് മുന്നമേ പറഞ്ഞവരിവിടെ പറഞ്ഞു, ഇവിടെ സാധാരണക്കാരായി വരുന്ന ഒരു ഹോസ്പിറ്റലാണ് തോട്ടയ്ക്കാട് ഹോസ്പിറ്റല്. അതിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുക എന്നത് വളരെയേറെ അത്യാവശ്യമാണ്.
അവിടെയും MLA വന്ന് ഒരു സമരം നടത്തിയപ്പോൾ MLA പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കുക എന്നത്. പക്ഷേ ഫണ്ട് അനുവദിച്ചാൽ പോലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ആ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. ഏതായാലും പഞ്ചായത്തും ബ്ലോക്കും എല്ലാ രീതിയിലും LDFന്റെ കയ്യിലിരിക്കുന്ന അതിൽ നിന്ന് നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എല്ലാം നല്ല ഒരു ഭരണത്തിലേക്ക് നമുക്ക് നമ്മുടെ വാർഡുകളിലെ എല്ലാം നല്ല സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് നല്ല ഒരു പഞ്ചായത്ത് ഭരണസമിതി നമുക്കിവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ടുള്ളൂ. ഈ ജനരക്ഷാ യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും തീർച്ചയായിട്ടും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ജനരക്ഷാ യാത്ര ഇന്ന് 4 മണി മുതൽ തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് തോട്ടയ്ക്കാട് ഈ തോട്ടയ്ക്കാട് ആശുപത്രിക്കാല വരുന്നവരെ സഹകരിച്ച എല്ലാവരോടും പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടി തലപ്പാടി മുതൽ ഇവിടം വരെ ഇത് ദൃശ്യമാധ്യമങ്ങൾ കൂടി എടുത്ത പുതുപ്പള്ളി ക്രീഡയുടെ ലേഖൻ വിനോദ് കുന്നമ്പാറ, അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഗീതാ ഷിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ ബഹുമാനപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് 3:30 മണിയായപ്പോൾ തലപ്പാടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് തോട്ടയ്ക്കാട് കവലയിൽ എത്തിച്ചേർന്ന ഈ പദയാത്ര നല്ലൊരു വിജയപ്രദമായെന്ന് തന്നെയാണ് പറയുവാനുള്ളത്. കടന്നു പോകുന്ന എല്ലാ ജംഗ്ഷനുകളിൽ നിന്നും നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത വിശദമായി സംസാരിക്കുകയുണ്ടായി. ഈ വൈകിയ വേളയിൽ ഞാനൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പദയാത്ര ഇത്രയും വിജയപ്രദമാക്കി തരുവാൻ സഹായിച്ച എല്ലാ പ്രവർത്തകരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഇവിടെ ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്ന 11ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രാജേഷ്, ബിജു, അതുപോലെ തന്നെ ഭാരത അഷ്ടമിയ സതീഷ്, എല്ലാവർക്കും ഈ വാർഡ് കമ്മിറ്റിയിൽപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നത് നമ്മുടെ ഈ പരിപാടി അവസാനിച്ചായി പറഞ്ഞുകൊള്ളുന്നു.